أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആമീൻ ആമീൻ. അൽഹംദുലില്ലാ. പറഞ്ഞ എല്ലാവരും അൽഹംദുലില്ലാ എന്ന്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നാട്ടിലുള്ളവർക്ക് മഗ്‌രിബ് നിസ്കരിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലേ? എല്ലാവരും നിസ്കരിച്ചിട്ടില്ലേ? ഉണ്ട്. ഓക്കെ. ഒരു നോട്ട്ബുക്ക് ഒരു പേന നമുക്കിന്ന് വേണം. ബ്രിങ് എ നോട്ട്ബുക്ക് ആൻഡ് പെൻ ക്വിക്ക്. 10 സെക്കൻഡ് കൊണ്ട് എടുത്തിട്ട് വരണം. വേഗം എടുത്തിട്ട് വേഗം വരും. നോട്ട്ബുക്കും പേനയും റഫ് ബുക്ക് മതി. റഫ് ബുക്ക് എടുത്തവരാരാ ഉള്ളതെന്ന് കൈ കാണിച്ചേ. ഓക്കെ. അതിൽ ബിസ്മി എഴുതിയ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അറബിയിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം. ബിസ്മി എഴുതി കഴിഞ്ഞോ? ബിസ്മി എഴുതി കഴിഞ്ഞവർ നമ്പേഴ്സ് ഇട്ട് 1 2 3 നമ്പേഴ്സ് ഇട്ട് താഴോട്ട്. എന്താണ് ഇഷാനെ? പറഞ്ഞൊന്ന് ആദ്യം കൂടി പറയാം. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അറബിയിൽ ഓർ ഇംഗ്ലീഷിൽ ഓർ മലയാളത്തിൽ. എന്താ അബ്ദുല്ലഹദ് ചോദിക്കുന്നത്? ഉസ്താദ് എന്തേലും പറഞ്ഞോ? ബിസ്മി എഴുതാന്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതിയോ? ഇനി നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് എഴുതുക. 3 ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഉത്തരം അറിയാത്ത 3 ചോദ്യങ്ങൾ. ജൗഹർ? അറബിക്കിൽ എഴുതണ്ടേ? അറബിക്കിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം. ചോയ്സ്. 3 ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞവരാരാ? ഇഷാൻ എഴുതിയോ? എന്ത് എഴുതാനാണ്? 3 ക്വസ്റ്റ്യൻസ് എഴുതാന് 3 എഴുതണം നിർബന്ധമുണ്ടോ? 5 എഴുതാ, 10 എഴുതാ, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. ഹംദാൻ എഴുതിയോ? സാറേ എന്താ കണ്ടന്റ്? എന്തിന്റെ നിങ്ങളുടെ ഡൗട്ട്സ് അല്ലേ? ഇപ്പോൾ സിനിമ കാണാൻ പാടുണ്ടോ? മ്യൂസിക് കേൾക്കാൻ പാടുണ്ടോ? ചിക്കൻ ബിരിയാണി കഴിക്കാൻ പാടുണ്ടോ? അങ്ങനെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതുക. ആരെങ്കിലും എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? അബ്ദുല്ലഹദ് എഴുതിയോ? ഇല്ല. ആലോചിച്ചുകൊണ്ടിരിക്കുക. സാലിഫ്, ക്വസ്റ്റ്യൻ 1 കിട്ടിയോ? ക്വസ്റ്റ്യൻ 1 കിട്ടിയിട്ടില്ല. ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലേ? ജൗഹർ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. എന്താ? നമ്മൾ എന്തെല്ലാം പ്രവൃത്തി ചെയ്യേണ്ടത് സ്വർഗത്തിൽ പോവാന്? അത് ബിഗ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 1 വേർഡിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല. എന്നാലും അതാണല്ലോ നമ്മൾ ഇന്നലത്തെ ടോപ്പിക് അല്ലേ? ഓക്കെ. സിംഗിൾ വേർഡ് അത് ആൻസർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ. ആ ക്വസ്റ്റ്യൻ റിജക്റ്റ് ചെയ്ത്. നോ കമൻറ്റ്. ഓക്കെ. പിന്നെ ആർക്കാ ക്വസ്റ്റ്യൻ കിട്ടിയത്? പേന കടിക്കല്ല.
പേന കടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സ്മെൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ പിന്നെ പിന്നെ കടിക്കില്ല. സിയാദിന് കിട്ടിയ ക്വസ്റ്റ്യൻ. സിനിമ കാണാൻ പറ്റുമോ? സിനിമ കാണാൻ പറ്റുമോ? നീ സിനിമ കാണാറുണ്ടോ? ഓ അപ്പോ കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ടായിരിക്കും നീ കാണുന്നത് അല്ലേ? ആ സാലിഫിന്റെ ക്വസ്റ്റ്യൻ. ഫോൺ കാണാൻ പാടില്ലാത്തത്. ഫോണിൽ കാണാൻ പാടില്ലാത്തതോ? പാടില്ലാത്തത്. ആ. അപ്പൊ പാടില്ലാത്തതും പാടുള്ളതും ഉണ്ടെന്ന് ആ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് മനസ്സിലായി, ശരിയല്ലേ? അല്ലേ? ഓക്കെ. സിയാദിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി. ഞാൻ സിനിമ കാണാറുണ്ട്. ഇനി എല്ലാവർക്കും കാണാൻ പറ്റുമോ? അതാണോ ക്വസ്റ്റ്യൻ? അങ്ങനെ ആയിരിക്കും അല്ലേ? സിയാദ് കാണാറുണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെ കാണാൻ പാടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. എയ്സയുടെ ക്വസ്റ്റ്യൻ. തിയേറ്ററിൽ പോകാൻ പാടുണ്ടോ? അപ്പോ സിയാദ് ചോദിച്ചത് സിനിമ കാണാൻ പാടുണ്ടോ എന്നാണ്. എയ്സ ചോദിക്കുന്നത് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പാടുണ്ടോ. അപ്പൊ എയ്സന്റെ വിചാരം ഇത് വീട്ടിൽ നിന്ന് ഇരുന്ന് കാണാം എന്നാണ്, ശരിയല്ലേ? അല്ലേ? അതല്ല, പിന്നെയോ? ഫോണിന് എന്തോ പ്രശ്നം ഉണ്ടാവും. തിയേറ്ററിൽ പോകുന്നതിന് എന്തോ പ്രശ്നം ഉണ്ടോന്നോ? ഓക്കെ, ഇൻഷാ അല്ലാ മറുപടി പറയാട്ടോ 1 by 1. അവിടെ സൽമാന്റെ ക്വസ്റ്റ്യൻ. ഉസ്താദ്, ഈ എന്തുവാ ബാക്കി വേറെയുള്ള മതത്തിലില്ലേ, നമ്മുടെ മതത്തോട് വരാൻ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അത് 1 word ആൻസർ ആണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. നോ, 1 word ആൻസർ ആണ്. ഖുർആൻ തന്നെ പറഞ്ഞ ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു കമ്പൽസറി അല്ല, അങ്ങനെ പറയാനും പാടില്ല ഒരാളോട്. 3 ക്വസ്റ്റ്യനും പറയണോ? ഇല്ല, എന്റെ ഇഷ്ടം, ഒന്നും പറയണോ പറയണ്ടേന്നൊക്കെ. വൺ പീസ് ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. അതൊരു അനിം സീരീസാ. ഹംദായിപ്പിനോട് ചോദിച്ചാൽ ബാക്കി ഇൻഫോം കിട്ടും. ഓ, നിനക്ക് അതിനെ പറ്റി അറിയില്ല, ഓനക്കാ കൂടുതൽ അറിയാലേ. സാറേ, ഹംദ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണ്, സബ്സ്ക്രൈബ് ചെയ്താളാ, പാവാണ്. ആണോ? അവനക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഇല്ല എന്ന് പറഞ്ഞു. ഓനിക്ക് ഉണ്ടായി കൊടുത്താണ് ഇപ്പൊ ഇന്ന്. നീ ഉണ്ടാക്കിയാണോ? ഓൻ പറഞ്ഞു എന്റെ അതിന്റെ ഡ്രോയിങ്. അതിന്റെ മെയിൽ ഐ ഡി ആരുടെയാ? അത് ആദ്യമൊക്കെ ആവശ്യമില്ലാതെ എറിഞ്ഞ ഒരു മെയിൽ ഐ ഡി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അതൊക്കെ റീനെയിം ചെയ്ത് സെറ്റായി. എടോ, ആ മെയിൽ ഐ ഡി ഉണ്ടാക്കാൻ നീ ഒരു OTP എടുത്തില്ലേ മൊബൈല്? ആ മൊബൈൽ നമ്പർ ആരുടെയാണ്? അത് ഓന്റെ ഉമ്മാന്റെ. ഓന്റെ ഉമ്മാന്റെ ആണ്? ആ പിന്നെ കുഴപ്പമില്ല. നിന്റെ ഉമ്മാന്റെ ആകുമ്പോഴാണ് പ്രശ്നം കേട്ടോ. നിന്റെ ഉമ്മാന്റെ ആകുമ്പോ ഓൻ എന്തെങ്കിലും വികൃതി ഒപ്പിച്ചു കഴിഞ്ഞാല് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യാൻ നിന്റെ ഉമ്മാനാണ്. ഓക്കെ, യൂട്യൂബിനും അല്ലെ AIക്കും ഒന്നും അറിയില്ല ഇതാരാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയില്ല. ശരിക്ക് യൂട്യൂബ് ചാനല് 18+ അല്ലേ? 18+ ആണ്, ഞാൻ വിചാരിക്കുന്നത് 18+ ആണ്. അപ്പോൾ 18+ ആയിട്ടുള്ള യൂട്യൂബ് ചാനല് കുട്ടികൾ ഉണ്ടാക്കുമ്പോൾ വെരി ഡേഞ്ചർ ആണ്. ശരിക്ക് കണ്ടന്റ് ശരിക്ക് സ്ക്രീൻ ചെയ്ത് പാരൻസിനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാവൂ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് പണി കിട്ടിയിട്ട് യാതൊരു കാര്യം, കാരണം കോർട്ടിന് എന്താണ് വേണ്ടത്, കോടതിക്ക് എന്താ വേണ്ടത്? തെളിവാണ്. അപ്പോൾ തെളിവുണ്ടാവും, അതുകൊണ്ട് സൂക്ഷിക്കണം. ഓക്കെ അംദാനെ? സാറേ, എനിക്ക് ഒരു അംദാനെ, ദിവസം ഞാൻ ഇതുവരെ പറഞ്ഞത് നിന്നോടാണ്. ആ. എന്താ പറഞ്ഞത്? അല്ല സാറേ, ഒരു ക്വസ്റ്റ്യൻ കിട്ടി. അങ്ങനെ ക്വസ്റ്റ്യന്റെ മുമ്പ് ഞാനിപ്പോ ടോക്ക് ചെയ്തത് നിന്നോടാണ്. എന്താ ഞാൻ ഇപ്പൊ നിന്നോട് പറഞ്ഞത്? അത് ഞാൻ ഓനോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞ്. അതല്ല വിഷയം. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്താണ് ഇപ്പോ? അത് കേട്ടിട്ടില്ല. അതായത് പിന്നെ നീ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കണ്ടന്റ് ഒക്കെ സൂക്ഷിക്കണം എന്ന്. രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, വേറൊരാളെ, ഒരു പാർട്ടിയെ, വ്യക്തിയെ ആരെങ്കിലും ഹറാസ് ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. വളരെ കെയർ ചെയ്യണം അപ്ലോഡ് ചെയ്യുമ്പോൾ. ഡ്രോയിങ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഡ്രോയിങ് തന്നെ വേറൊരാൾക്ക് ശല്യമാവുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താ നിന്റെ ക്വസ്റ്റ്യൻ? ഇപ്പൊ നമുക്ക് ഒരു പുതിയ ഡ്രസ് ഉണ്ട്, എന്നിട്ട് നമ്മൾ പുതിയ ഡ്രസ് ഉണ്ടായിട്ടും വീണ്ടും വേറെ ഡ്രസ് വാങ്ങുന്നത് അത് നല്ല കാര്യം? അതിൽ ഹറാമാവോ?
അ- ഹറാം അത് ഹറാം ഹലാല് എന്ന് പറഞ്ഞാൽ വേറെ എല്ലാം പിടിച്ച് ഹറാമാക്കി കളയരുത് കേട്ടാ. ഹറാം എന്ന് പറഞ്ഞ സാധനം അള്ളാഹ് ഹറാമാക്കിയതാണ്, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ സിമ്പിളായിട്ട് ഇപ്പം മദ്യം, കള്ള് ഹറാമാണ്. ഒരാൾ കള്ള് വാങ്ങി കുടിക്കുന്നതും ഒരാൾ ഒരു ഒരു ഡ്രസ്സ് എക്സ്ട്രാ പോയി വാങ്ങുന്നതും ഈക്വലൈസ് ചെയ്യാൻ പറ്റുമോ? സെയിം ആണോ? അല്ല. അപ്പോൾ അത് ഹറാമാണ്. എന്നാൽ ഇത് നമുക്ക് ഇസ്രാഫ് എന്ന് പറയും അറബിയിൽ, ധൂർത്ത്. ധൂർത്തിനെ പറ്റി ഖുറാൻ പറഞ്ഞത് ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ, അവര് ചെകുത്താന്മാരുടെ ഫ്രണ്ട്സ് ആണെന്നാണ്. എന്നുവെച്ചാൽ ധൂർത്ത് പാടില്ല. നമുക്കൊരു ഫസ്ന എന്ന് പറഞ്ഞ കുട്ടി ആരാണ്? വീഡിയോ ഓൺ ആക്കിയാലേ റേസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. വീഡിയോ ഓൺ ആക്കണം എല്ലാവരും. വീഡിയോ ഓഫ് ആക്കി ഇവിടെ ആരെങ്കിലും ഇരിക്കണുണ്ടെങ്കിൽ അവർ ഇരിക്കരുത്, അവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം ക്ലാസ്സിൽ നിന്ന്. അങ്ങനെയാണ് പറയുന്നത്. വീഡിയോ ഓൺ ആക്കിയേ ഇവിടെ ക്ലാസ്സിൽ ഇരിക്കാൻ പാടുള്ളൂ. റൈറ്റ്. ഉത്തരം ആയിന്ന് തോന്നുന്നു ഹംദാനെ കേട്ടാ. ഹംദാന് 2 കാര്യം ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നല്ല ഡ്രസ്സ് എടുക്കുന്നത് നല്ലത് മീൻസ് ബ്രാൻഡല്ല ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾ ബ്രാൻഡിന് വേണ്ടിയിട്ട് വലിയ എമൗണ്ട് കൊടുത്ത് ചിലവാക്കുന്നതും തെറ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ. ഐസ. എന്റെ ക്ലാസ്സിലൊരു കുട്ടി മുഖത്ത് ഹിജാബ് ഇട്ട് നടക്കും. അപ്പം ഗേൾസ് എല്ലാവരും മുഖത്ത് ഹിജാബ് ഇട്ട് നടക്കണം. ഒരു കുട്ടി ഇട്ട് നടക്കുന്നുണ്ട്, അതാ കുട്ടിയുടെ ഇഷ്ടം. നിനക്കിട്ട് നടക്കാൻ ഇഷ്ടമുണ്ടേ നീ ഇട്ട് നടന്നോ. അതല്ല, നമ്മളെല്ലാരും ഇടണം നിർബന്ധമുണ്ടോ? അങ്ങനെയുള്ള അത് ഇസ്ലാമികമായിട്ടും ഇന്ത്യൻ നിയമവും രണ്ടും തെറ്റാണ്. അതായത് ഇസ്ലാമികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ ചെയ്യുന്നത് വേറൊരാൾ ചെയ്യണമെന്ന് നിർബന്ധം, സുന്നത്തിന്റെ കാര്യത്തിൽ നിർബന്ധം പിടിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഉസ്താദാണ്, ഞാൻ തൊപ്പി വെക്കുന്നു, ഞാൻ നിങ്ങളോടൊക്കെ പറയാം നാളെ മുതൽ എല്ലാം തൊപ്പി വെച്ചേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം സുന്നത്തായ കാര്യത്തെ നമ്മൾ നിർബന്ധമാക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ സുന്നത്തായ അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. റൈറ്റ്. എന്ന് കരുതി നാളെ നീ എന്ത് ചെയ്യാൻ പാടില്ല, നീ ഒരു ട്രൗസർ എടുത്തിട്ട് നടക്കാൻ പാടില്ല. അപ്പൊ നിർബന്ധം എന്താണ്, സുന്നത്ത് എന്താണ്, അത് മനസ്സിലായോ നിനക്ക്? നിക്കാബ് എന്നുള്ള കമ്പൽസറി അല്ല, നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു ആയത്തോ ഹദീസിലോ ഒന്നും വന്നിട്ടില്ലാത്തോടത്തോളം അത് നിർബന്ധമാക്കരുത്. റൈറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കുട്ടിക്ക് ഇഷ്ടമാണ് അങ്ങനെ കവർ ചെയ്യുന്ന, ഇപ്പം നമുക്കറിയില്ലേ AI വെച്ചിട്ട് ഒരാളെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതാണ്, ഇറ്റ്സ് ഗുഡ്. ബട്ട് അത് നിർബന്ധമാക്കരുത് എന്നാണ് പറഞ്ഞത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ. ഓക്കെ. പിന്നെ ഇനി എന്താ അഖീബ്? അതെ, പിന്നെ ഈ നിര്യാണിന്റെ അടിക്ക് വസ്ത്രം ധരിക്കണത് അതിനും പറ്റിയൊന്ന് പറയോ? അത് ആൾക്കാർ നിസാരാക്കി എടുക്കുന്ന ഒരു കാര്യമാണ്, എന്റെ ശ്രദ്ധയിലും പെട്ട ഒരു കാര്യമാണ്. അതൊന്നും സാരല്ല അങ്ങനെ ഒരു നിസാരാക്കി എടുക്കും ഓരോട് പറയുമ്പോ. അത് അവരുടെ ഇഷ്ടമല്ലേടാ. ഒരു നിര്യാണിക്ക് താഴെ ഒരാള് ഡ്രസ് ഇട്ട് നടക്കുന്ന അവരുടെ നിര്യാണിന്റെ ഇഷ്ടമല്ലേ. അടിക്ക് വസ്ത്രം ധരിക്കരുത് എന്നല്ലേ ശരിക്കും? നിര്യാണിക്ക് താഴെയോ? ആ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത് എന്ന് മുസ്ലിങ്ങളോട് നമുക്ക് പറയാം. ഹിന്ദുക്കൾ ക്രിസ്ത്യാനോ അത് ഓലെ ഇഷ്ടല്ലേ. അത് മുസ്ലിങ്ങളോട് തന്നെ. നിങ്ങളെ കാര്യമാണോ നീ പറയുന്നത്? ആ ഓക്കെ. നിര്യാണിക്ക് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ മുനിസിപ്പാലിറ്റി റോഡൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നില്ലേ, അതുപോലെ. പക്ഷെ ആ ഫാഷനൊക്കെ ഇപ്പോൾ പോയല്ലോ. പണ്ടായിരുന്നു അത്. എനിക്ക് തോന്നുന്നത് 90s-ലും 95, 2000 ആ ഒരു കാലത്തൊക്കെ സിനിമയിലൊക്കെ വന്നത് ഈ പാൻ്റായിരുന്നു. ആ പാൻറ്റിൻ്റെ രൂപം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, പിരമിഡ് പോലെ. ഒരാളെ കാല് പിരമിഡ് പോലെ വരും. എന്നിട്ട് കാലിൻ്റെ ചെരുപ്പ് മൊത്തം ഇങ്ങോട്ട് കവർ ചെയ്യും അത്, ആ പാൻറ്. ഇപ്പം അതൊക്കെ മാറി, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ. അതൊന്നിട്ട് ആരും നടക്കുന്നില്ല. ഇപ്പം ആരും അതിട്ട് നാട്ടിലിറങ്ങിയാൽ പിന്നെ വട്ടാന്ന് പറയും. ഓക്കെ, അങ്ങനെയുള്ള പാൻറ്റുകൾ കുറവാണ്. ഇപ്പം എല്ലാവരും പിന്നെ ഒരു നീറ്റായിട്ടുള്ള ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ 2 ഒപ്പീനിയൻ ഉണ്ട്. 2 ഒപ്പീനിയൻ. ഒപ്പീനിയൻ നമ്പർ 1, അയവ ഒപ്പീനിയൻ നമ്പർ 1 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ മുട്ടിൻ്റെ താഴെ ഡ്രസ്സ് ഇടുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുട്ടിൻ്റെ താഴെ എന്നുവെച്ചാൽ തുണിയാണേൽ ഇത്, മുട്ടാണേൽ ഇവിടെ വരെ. അപ്പോൾ അവർ പറഞ്ഞു തക്കുവ കൂടിയതാണ്, തക്കുവ കൂടിയതാണെന്ന്. മനസ്സിലായോ? UAE-ൽ ഞാനൊരു ദിവസം, അവിടുത്തെ UAE-ലെ വലിയ പള്ളിയാണ്, വലിയ കുറേ ആളുകൾ, 10,000-3000 ആളുകൾ കൊള്ളുന്ന പള്ളിയാണ്. ആ പള്ളിയിലുണ്ട് ഒരാൾ ബാങ്ക് കൊടുക്കുന്നു. ശ്രദ്ധിക്കേ, 3/4 ഇട്ടിട്ട്, വലിയ ആള്.
3/4 ഇട്ടിട്ട് ബാങ്ക് കൊടുക്കണ്. ശ്രദ്ധിച്ചോ അഖീബെ? ആ ആ 3/4 പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായി. പാൻ്റ് അല്ല ട്രൗസറും അല്ല, അതിൻ്റെ അടുക്കുള്ള സാധനം. വലിയ ആള്. അപ്പൊ എനിക്ക് പെട്ടെന്ന് നാട്ടിലൊക്കെയാണ് ആൾക്കാർ മട്ടലെടുത്ത് ഓടിക്കും അല്ലേ? ഒന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല. അപ്പൊ ഞാൻ അവരോട് പോയി നോക്കുമ്പോൾ അയാൾ ഹാഫിളാണ്, കാരിയാണ്. അയാൾ വലിയ പ്രധാനപ്പെട്ട ആളാണ് നാട്ടിലെ, അറബിയാണ്. അപ്പം മുട്ടിന്റെ മേലെ ഡ്രസ്സ് ഇടണം, എന്തിടണം എന്ന് ആദ്യം പറഞ്ഞിട്ടില്ല. അയാൾ പറയാണ് എന്തിടണം എന്ന് ആദ്യം പറഞ്ഞില്ല. നമ്മൾ മാന്യം, അയാൾ പറഞ്ഞു ഇന്ത്യയിൽ ഇതിലെന്താണ് മാന്യത ഇല്ലാത്ത എന്താ ഉള്ളത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. ആർക്കും മറുപടി പറയാനില്ല. 3/4 ഇട്ടിട്ട്, അപ്പോൾ 3/4 ഇട്ടിട്ട് നടക്കാം. പക്ഷെ അത് കുറച്ച് ഓവറാണ്. പാൻറ് അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കയറ്റി വെക്കും. അത് കുറച്ച് ഓവറായിട്ട് ആളുകൾ ചെയ്യുന്നത് കാണാം. എന്നാൽ ചിലരാവട്ടെ ഇത് തുണിയൊക്കെ ഉടുക്കുന്ന സമയത്ത് തുണി ഉടുക്കുന്നവരാണ്. ഇപ്പം കേരളത്തിലേ ഉള്ളൂ. വളരെ താഴോട്ട് നിലത്തുനിന്ന് ചളിയൊക്കെ അതിലേക്ക് കയറാൻ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ ആളുകൾ ഈ ആസ്മ പേഷ്യൻസ് ഒക്കെ തുപ്പിയ കഫൊക്കെ നിലത്തുണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഈ ഡ്രസ്സിൽ ഇങ്ങനെ അഴുക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് അത്രയ്ക്ക് അങ്ങോട്ട് പോകും വേണ്ട. പ്ലസ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്, ഈ ഡ്രസ്സിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ അഹങ്കാരം കാണിക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്ന് അറബ് ലോകത്ത്. ഈ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ, പിന്നെ ഇമാമിങ്ങളുടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? ഗൾഫിലൊക്കെ ഉള്ള ഇമാമിങ്ങളുടെ ഡ്രസ്സ്, ഓവർ കോട്ടിൻ്റെ മേലെ നമ്മൾ വക്കീൽ കോട്ടൊക്കെ പോലെ ഒരു കോട്ട് ഉണ്ടാവും. നമ്മളെ മെസ്സി നമ്മളെ ഫുട്ബോളിൽ ലാസ്റ്റ് ഇട്ട സാധനമല്ലേ, മനസ്സിലായില്ലേ? മെസ്സി വേൾഡ് കപ്പ് കിട്ടിയപ്പം ഖത്തർ അമീർ ഇട്ട് കൊടുത്ത അതില്ലേ, ആ സാധനം വലുതുണ്ടാവും നിലത്ത് ഇങ്ങനെ വലിച്ച്. അത് അവിടെ ആ നാടിൻ്റെ മക്കയിലെ നാട്ടുകാരുടെ ഒരു കൾച്ചറായിരുന്നു അത്. മക്കാർ അങ്ങനെ പൈസ ഉള്ള ആളുകൾ വലിയ ഡ്രസ്സ് വാങ്ങി ഇങ്ങനെ രാജാക്കന്മാരായിട്ട് ഇങ്ങനെ അടിച്ചു വാരി ഇങ്ങനെ പോവാറുണ്ട്. അതാണ് അഹങ്കാരം. അതൊന്ന് കുറക്കണം എന്നാണ് പറഞ്ഞത്. എന്ന് കരുതിയിട്ട് ഇത്ര 3/4 അങ്ങോട്ടേക്ക് കയറ്റണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്, ഓക്കെ. അബ്ദുൽ ഫത്താഹ്, അബ്ദുൽ ഫത്താഹ് അല്ല, അബ്ദുൽ അഹദ്. അതെ, ആ, ഇപ്പൊ അടുത്തില്ലേ ഒരു ട്രെൻഡ് വന്നായിരുന്നു, ഈ നമ്മളെ ഫോട്ടോ എടുത്തിട്ട് ചാറ്റ് ജിപിടിയിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു ഇതാക്കി മാറ്റുക. ഉം. അത് ചെയ്യാൻ പാടില്ല എന്താ പറയുന്നത്? അത് നബിയുടെ കാലത്തൊന്നും ചാറ്റ് GPT ഇല്ല. പിന്നെ അതുപോലെ ഈ എന്താ പറയാ, പിന്നെന്താ പറയാ, അതിനെന്താ പറയാ, ബൂബ്ലിയോ എന്തോ ഒരു പേരുണ്ടല്ലോ, എന്തായാലും പറയടാ, ഇഷാനൊക്കെ അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് അത്. ഗിബിലി. ജിബിലി, ആ സാധനം ഒന്നും അന്ന് അക്കാലത്തില്ല. ഓക്കെ. അപ്പോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവതാർ ഉണ്ടാക്കാൻ പറ്റുമെന്നല്ലേ ചോദിച്ചത്? അവതാർ ഫേസസ് ഹറാമാണോ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല. ഓക്കെ, ലീവ് ഇറ്റ്. എനിക്ക് അതിനൊരു കൃത്യമായിട്ട് മറുപടി പറയാനില്ല. നോ കമന്റ്. ഓക്കെ. ജൗഹർ, കുട്ടികൾക്ക് ഈ സക്കാത്ത് കൊടുക്കണം. കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കണമെന്നാണോ, കുട്ടികൾ സക്കാത്ത് കൊടുക്കണമെന്നാണോ? കുട്ടികൾ സക്കാത്ത് കൊടുക്കണം. നീ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കണമെന്നാ? ആ, നീ എന്താ വിചാരിച്ച സക്കാത്ത് എന്ന് പറഞ്ഞാല്? നമുക്ക് 2.5 കൊടുക്കുക. നമ്മളുള്ള എമൗണ്ടിന്റെ 2.5 കൊടുക്കാന്നാ? ആ, ഓക്കെ. അതിന് രണ്ട് ഒപ്പീനിയൻ ഉണ്ട്. ഏറ്റവും 99.99% സ്കോളേഴ്സും പറയുന്നത് നിങ്ങളുടെ കയ്യിൽ സക്കാത്തിന് ഈക്വൽ ആവുന്ന എമൗണ്ട് ഒരു വർഷം കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന് സ്വർണത്തിന് സെപ്പറേറ്റ് ആണ്, ഓരോന്നിനും വേറെ വേറെയാണ്. ഓക്കെ. എന്നാൽ നീ ജൗഹർ ഇപ്പം തീരുമാനിക്കുകയാണ്, അതല്ല എൻ്റെ അടുത്ത് 10 ദിറംസ് ഉണ്ട്, ഞാൻ അതിൻ്റെ 2.5 കൊടുക്കും എന്നാണ്. നീ കൊടുത്തോ? ഓക്കെ. അതിന് നമുക്ക് സ്വതക്കയായിട്ടും ഒക്കെ പറയാം. കൊടുക്കുന്നതിന് ഒരിക്കലും ഇസ്ലാം എതിരല്ല, എത്ര വേണേലും കൊടുത്തു. ഓക്കെ. ജൻഹ, ഒരു ദിവസം കുളിക്കാണ്ടിരുന്നാലും അതിന് ശിക്ഷ കിട്ടും. ഉമ്മാന്റെ അടുത്ത് നല്ല തല്ല് കിട്ടണം, അതന്നെ അല്ലേ? അണ്ണാച്ചികൾ അതിനെ പറയാം. ഒരു ദിവസം കുളിക്കാതിരുന്നാൽ ജൻഹ, ഞാൻ പറഞ്ഞുതരാം. പെൺകുട്ടികളുടെ കാര്യവും ആൺകുട്ടികളുടെ കാര്യവും പറഞ്ഞുതരാം. നമ്മൾ ഒന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി നാറുന്നതാണ്, വളരെ സ്മെൽ. ഇപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങി എണീറ്റാൽ, നിങ്ങളെ സിബ്ലിങ്സ് അനിയനോ അനിയത്തിയൊക്കെ വീട്ടിലുണ്ടായാൽ എണീറ്റ് വരുമ്പോൾ ഉടനെ ഒന്ന് തല ഒന്ന് പിടിച്ചിട്ട് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കേണ്ടി, നിങ്ങൾ ബോധം കെട്ട് വീഴും.
അത്രക്ക് വൃത്തിയുടെ സ്മെല്ലാണ്. ഈ രാത്രി മുഴുവൻ വിയർപ്പിൽ കുളിച്ച് തലൻ്റെ ഉള്ളിൽ ഈ കുളിക്കാതിരുന്നാലും മുടി ചില കുളിക്കള്ളന്മാർ ഞാൻ ഈ ഹോസ്റ്റല് നടത്തിയിരുന്ന സമയത്ത് ഹിഫ്ള് കോളേജ് നടത്തിയ സമയത്ത് ഒരു 100 കുട്ടികളുണ്ട് ഹോസ്റ്റലിൽ. അപ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് കുളി കഴിയും. വിത്തിൻ സെക്കൻഡ്സ് യൂണിഫോം മാറ്റി റെഡിയായി എത്തിയിട്ടുണ്ടാവും. നോക്കുമ്പോൾ ഒക്കെ സെറ്റ് ഉണ്ടാവും, കൈ കണ്ട കുളിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ കള്ളക്കുളിയാണ്. പിന്നെ അവരെ കീഴിൽ ചില ആൾക്കാർ എനിക്ക് ന്യൂസ് തന്നു, ഇന്ന കുട്ടികളൊന്നും കുളിക്കാറില്ല 10 ദിവസമായി കുളിച്ചിട്ടെന്ന്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ ചില അഡ്ജസ്റ്റ്മെൻറ്റാ, ഈ ജെല്ല് പല സാധനങ്ങളൊക്കെ തലയിലൊക്കെ തേച്ചിട്ട് കുളിച്ച പോലെ ആക്കിയിട്ട് വരികയാണ്. സത്യത്തിൽ നിങ്ങൾ കുളിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പ്രശ്നമുണ്ട്, അതിനേക്കാൾ ഏറെ നിങ്ങൾക്കാണ് രോഗം വരിക. നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കണം. ഇന്നലെ ഇപ്പം ഞാൻ യൂട്യൂബിൽ ഒരു പൗഡറിനെ പറ്റി ഒരാൾ ഒരു വീഡിയോ അയക്കുന്നത് കണ്ട്. ഒരു പൗഡറില്ല, നമ്മൾ മുഖത്ത് സൗന്ദര്യം കൂട്ടാൻ തേക്കുന്ന സാധനമല്ലേ, സൗന്ദര്യം കൂട്ടാനൊന്നും കൂടുന്നുള്ളത് വെള്ളാവില്ലേ പൗഡർ എന്താ അറിയില്ല, ഇങ്ങനെ തട്ടി ഇങ്ങനെ തേക്കുന്ന സാധനം. ഈ പൗഡർ അതിൻ്റെ പൊടി വെരി ഡേഞ്ചർ. അത് ഒരിത്തിരി മൂക്ക് കയറിയ മൂക്കിലെ ഈ രോമങ്ങൾക്കൊന്നും ഇത് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. അത്ര ഇത് നേരെ ലെൻസിലേക്കാണ് പോവാം, ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് പൗഡർ. ഒരു ഉദാഹരണം പറയാം. അതുപോലെ പൂച്ചൻ്റെ രോമം, നായയുടെ രോമം ഒന്നും കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ചില ജീവികളൊക്കെ എടുത്തിട്ട് അല്ലാതെ കൊഞ്ച് ചുമ്മാ കൂട്ടും. ഇത് മൂക്കിലൂടെ അങ്ങ് കയറി ഒരു രോമം ലെൻസിലെത്തിയാൽ ആ ലെൻസിൽ നിന്നും അത് പോവില്ല. പിന്നെ മരണം വരെ ചുമച്ചുകൊണ്ടിരിക്കുന്ന ആസ്മ പേഷ്യൻ്റ് ആയിട്ട് മാറുക ചെയ്യുക. അത്തഹുറു ഷത്തുൽ ഈമാൻ. വൃത്തി ഉണ്ടാവണം, നഖം വെട്ടണം, കുളിക്കണം, പല്ല് തേക്കണം, ഡെയിലി വൃത്തി ഉണ്ടാവണം. വൃത്തി ഉണ്ടാവില്ല. നിങ്ങൾ വെറുതെ, ഞാൻ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ വെറുതെ കൈ ഇങ്ങനെ നന്നായിട്ട് വരുതി നോക്ക്, ചളി ഇങ്ങനെ കിട്ടും. പല ഭാഗത്തും നിങ്ങൾ വരുതി നോക്ക്, ചളി കിട്ടും. ഇതൊക്കെ പലയിടത്തും നമ്മൾ ടച്ച് ചെയ്യുന്നിടത്ത് ചളി ഇങ്ങനെ നമ്മുടെ ബോഡിയിലായിട്ട് വരുന്നുണ്ട്. അപ്പം വൃത്തി ഉണ്ടാവണം. ഓക്കെ, ഇത് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഡെയിലി കുളിക്കണം, പറ്റിയ 2 പ്രാവശ്യം കുളിക്കണം. എനിക്ക് ജോലി കിട്ടിയിട്ട് രാജസ്ഥാനിൽ പോയിരുന്നു. അവിടെ ഉള്ള 6 മാസത്തിലും 3 മാസത്തിലും ഒരിക്കലാണ് കുളിക്കലെന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ മലയാളീസ് മാത്രമേ ഈ ഒരു കൾച്ചറുള്ളൂ എന്ന്. അവിടെ വെള്ളത്തിൻ്റെ ഷോർട്ടും പ്രശ്നം -4 ഡിഗ്രിയിൽ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഈ വെളിച്ചെണ്ണ എടുത്ത്, ഇവിടെ നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്ത് നോക്കുമ്പോൾ വെളിച്ചെണ്ണൊക്കെ ഫുള്ള് വൈറ്റ് കളറായി കട്ട പിടിച്ചെടുക്കുന്നുണ്ട്. കോലുകൊണ്ട് തോണ്ടിയെടുത്തിട്ട് ഇങ്ങനെ വരുതി തലയിലിട്ടാലും ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടും. അത്രക്കും -4 ഡിഗ്രി തണുപ്പ്. കുളിക്കണം, നമ്മൾ നിർബന്ധമായിട്ട് കുളിക്കണം കേട്ടോ. കുളിച്ചോണ്ട് നിങ്ങൾക്ക് ഒരു അസുഖം വരില്ല. ഒരു കാര്യം കൂടെ പറയാം, പനി വന്നാലും ഞാൻ കുളിക്കല. പറ്റുകയാണെങ്കിൽ കുളത്ത് പോയി ചാടും, അല്ലെങ്കിൽ പുഴയിൽ പോയി ചാടും. മറ്റേ നീർനായ ശല്യമുള്ളതുകൊണ്ട് കുളത്ത് പോയി ചാടുക. പനിയൊക്കെ മാറും, ഇറ്റ്സ് ഗുഡ്. നല്ല മഴ ഉണ്ട്, അതിക്ക് നല്ല മൂക്കിനൊക്കെ പ്രശ്നം, സൗണ്ടൊക്കെ മാറിയിരുന്നു. നല്ല മഴ ഇത് ഒരു 1 hour നിന്ന് മഴ കൊണ്ട് ഇപ്പം ഒക്കെ ക്ലിയറായി, ഒക്കെ പോയി ഒരു 90% ക്ലിയറായി. ഇതൊരു ട്രീറ്റ് അങ്ങനെ ചെയ്യണ്ട, ചാടിക്കറി ചെയ്യണ്ട. പാരൻസ് പെർമിഷൻ തരികയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ സുന്നത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതായിട്ട് റിപ്പോർട്ടിലുണ്ട്. എല്ലാ പനികൾക്കും ഇത് പറ്റിക്കോണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് ആവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം എന്ന് പറയാത്തത്. ഓക്കെ, സേറ. ഞാൻ ഇവിടുന്ന് കേട്ടതാ, പൂച്ചനെ വളർത്തുന്നത് സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതൊക്കെ സുന്നത്തല്ല. അത് ചില ആൾക്കാരൊക്കെ പറയും, ചില ക്ലാസ്സിലും പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതെല്ലാം സുന്നത്താണ്. അങ്ങനെ ആക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒട്ടകം എടുത്ത് പോകേണ്ടി വരും. ബൈക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, കാർ ഉപയോഗിക്കാൻ പറ്റില്ല, ഒട്ടകത്തുമ്പോൾ തന്നെ പോകേണ്ടി വരും. മക്കയിൽ നിന്ന് പിന്നെ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് GCC ഫ്ലൈറ്റിൽ കൊണ്ടുവരേണ്ടി വരും ഒട്ടകത്തിനെ. നമ്മുടെ നാട്ടിൽ അല്ലെ രാജസ്ഥാനിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതാക്കേണ്ടി വരും. ഒട്ടകപ്പുറത്ത് ഓഫീസിൽ വാപ്പ രാവിലെ പോയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ എല്ലാ കാര്യവും സുന്നത്തായി എടുക്കരുത്. പൂച്ചക്ക് ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പൂച്ച നായനെ പോലെയല്ല. പൂച്ച കുറച്ചുകൂടെ എന്താ പറയുക, മനുഷ്യരായിട്ട് ഇണങ്ങുകയാണ്. നായനേക്കാളും കുറച്ചുകൂടെ ഇണങ്ങുന്നതാണ്. നായ ഓൾറെഡി നല്ല നന്ദിയുള്ള ജീവിയാണ്. ആനിമൽസൊക്കെ അങ്ങനെയാണ്, റൈറ്റ്? അപ്പോൾ പൂച്ചൻ്റെ ഒരു സ്റ്റോറി വന്നത് നിങ്ങൾക്ക് അറിയില്ല, പൂച്ചനെ കെട്ടിയിട്ട സ്ത്രീ നരകത്ത് പോയി എന്ന് പറഞ്ഞ്. എന്ന് കരുതി അതുകൊണ്ട് തന്നെ ആയിരിക്കണം GCC കംപ്ലീറ്റ്, നിങ്ങൾ ഗൾഫിലൊക്കെ വന്നിട്ടുണ്ടോ, UAE വന്നിട്ടുണ്ടോ, എല്ലാ വീട്ടിലും ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും പൂച്ച അവിടെ ഉണ്ടാവും. പൂച്ച ഉണ്ടാവില്ല മാത്രമല്ല, ഒരുവിധം ടൗണിലൊക്കെ പൂച്ചക്ക് ക്യാറ്റ് ഫുഡ് അടങ്ങനെ വെച്ചിട്ടുണ്ടാവും എല്ലായിടത്തും. ഞാൻ ഒരു ഇവിടെ ചെന്നപ്പോൾ, അജ്മാലിൽ ചെന്നപ്പോൾ, അവിടെ ഒരാളുണ്ട് കാറ് നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് ആളുടെ പൂച്ചകൾക്കൊക്കെ ഇങ്ങനെ ഇത് കൊടുക്കാനായിട്ട് ആൾ ഡെയിലി വരിക കാറുമായിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാണ്. പൂച്ചനോട് വല്ലാതെ സ്നേഹം അല്ല. അപ്പം ഈ സ്നേഹം എന്തുകൊണ്ടാണ് പട്ടികളോട് കാണിക്കാത്തത്? പട്ടിനെ കാണുമ്പോൾ കല്ലെടുത്ത് തരിക, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുക, ഇതെന്തൊരു വിവേചനമാണ്? അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ ജീവികളോടും, ഉറുമ്പ് വരെ ലൈനിൽ ഇങ്ങനെ പോവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറുമ്പ് വന്ന സമയത്ത് അവിടുന്ന് മാറി ആ തീ അണക്കാൻ പറഞ്ഞിരുന്നു. ഉറുമ്പ് ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ, കുറേ ഉറുമ്പുകൾ വരുന്ന കണ്ടപ്പോൾ ആ തീ അണക്കുക, ഉറുമ്പുകൾ പോട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ ഉറുമ്പുകൾ പോകുന്നവരെ വെയിറ്റ് ചെയ്ത് പിന്നെ തീയിട്ട ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ എന്ത് ചെയ്യണം? ഒരേപോലെ കെയർ ചെയ്യണം. കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? എനി ക്വസ്റ്റ്യൻ ഉണ്ടാ? വീണ്ടും സെൻഹ ഈ ഇങ്ങനെ കൈ കാണിച്ചായി. പന്നീന്റെ ഇറച്ചി ഹറാമാക്കാനുള്ള കാരണം എന്താ? അത് അള്ളാഹു ഹറാമാക്കിയത് കൊണ്ട്. ഖുറാനിലെ ആയത്തുണ്ട്. അതിന്റെ റൂട്ട് അന്വേഷിച്ച് നമ്മൾ പോകേണ്ടിയില്ല. അതാണ് അതിന്റെ ശരി. എന്താണ് സാറിന്റെ ബ്രദർ? നീ ഒരു പാട്ട് പാടുക? ഏ എന്താ പറയുന്നത് സാറ? പ്രവാചകന് സത്യത്തിൽ ഉണ്ടായതാണോ എന്ന് അല്ല, ചോദിക്കാം. പ്രവാചകൻ ഇവിടെ ഇപ്പൊ അനിമയിലും സ്പൈഡർമാൻ ശരിക്കില്ല, ഫേക്കാണ്. ബാറ്റ്മാനും സൂപ്പർമാനും സകലമാനും ശരിക്കില്ല, നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ റിയൽ ആണ് പ്രവാചകന്മാരൊക്കെ, എല്ലാ പ്രൊഫറ്റ്സും റിയൽ ആണ്. ഓക്കെ, ഇസ് റിയൽ. മാത്രമല്ല ഇൻഷാല്ല നമ്മളൊക്കെ മീറ്റ് ചെയ്യും, ഡയറക്റ്റ് ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യും. നിങ്ങളെ ഈ ഫേക്ക് ഹീറോസ് ഇല്ലേ, നിങ്ങളെ മൊത്തം ഫേക്ക് അല്ലേ? നിങ്ങളെ തലയിൽ മൊത്തം ഫേക്ക് ഹീറോസ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ലോഡായി കിടക്കല്ലേ അല്ലേ? ഒക്കെ ഫേക്ക് അല്ലേ? ഒരൊറ്റ റിയൽ ഹീറോനെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ. ഹംദാന് പറഞ്ഞേ. ഏട്ടാ അതല്ലട, ഇവനൊക്കെ നീ എൻ്റെ ക്ലാസ്സിൽ തന്നെയല്ലേ ഉള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾ കൊണ്ടുനടക്കുന്ന നിങ്ങളെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അനിമെ, അല്ലെങ്കിൽ നിങ്ങളെ കാർട്ടൂണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഹീറോസും, ഹാമർ എടുത്തിട്ട് ഒരു ഹീറോ, അതിന്റെ പേരെന്തായിരുന്നടാ? ഹാമർ കറക്കി എറിയുന്ന ഹീറോ, പമ്പര എറിയുന്ന ഹീറോ, ഇങ്ങനെ ആക്കുമ്പോൾ വല വരുന്ന ഹീറോ, ഇതൊക്കെ ഫേക്ക് ആണ്. ഇറ്റ്സ് 100% ഫേക്ക്. എവറി ഹീറോസ് ആർ ഫേക്ക്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒറ്റ ഫേസ്, ഒറ്റ റിയൽ ലൈഫ് ഹീറോസ് ആണ്. 50ഓളം യുദ്ധത്തിൽ പങ്കെടുത്തു, കൊല്ലാൻ പറ്റില്ല. എത്രങ്ങാനും യുദ്ധത്തിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്താൽ ആ സൈഡിലെ ആൾക്കാർ ഇങ്ങനെ തിരിഞ്ഞോടും. എന്ന് വെച്ചാൽ പോയിട്ട് കാര്യമില്ല, മുട്ടിയിട്ട് കാര്യമില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ ഒരു ഷഹീദായി അറിയാം നിങ്ങൾക്ക്? ഹംസ റളിയല്ലാഹു അൻഹു എങ്ങനെ ഷഹീദായത്? ആരാ ഹംസ റളിയല്ലാഹു അൻഹു? സ്പൈഡർമാൻ ആരാ വെച്ചാൽ നിങ്ങൾ പറയും. ഹംസ റളിയല്ലാഹു അൻഹു എങ്ങനെ ഷഹീദായെന്ന് ആരാ പറയാ? ഇഷാനെ. ഒരു സത്തുമ വിഷാക്കിയിട്ട് എടുത്തോണ്ട് എറിഞ്ഞു. എന്തോ സത്തുമ ആരെറിഞ്ഞു? അത് കറിയില്ല. എങ്ങനെ എറിഞ്ഞു? എന്താ സംഭവം? അഖീബ്. വഹ്ഷി എന്ന് പറയുന്ന ഹിന്ദിന്റെ ഒരു അടിമല്ലേനു. ഞാൻ പറഞ്ഞുതരാം, കഥ പറയാം, ശ്രദ്ധിക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വഹ്ഷി നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങൾ ആ പേര് മനസ്സിൽ വെച്ചോ. ഇവരൊക്കെ അടിമകളായിരുന്നു. അടിമകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മാർക്കറ്റിൽ നിന്ന് പശുവിനൊക്കെ വാങ്ങുന്ന പോലെ, പൂച്ചക്കുട്ടീനെ വാങ്ങുന്ന പോലെ, മനുഷ്യനെ വാങ്ങിയിട്ട് വീട്ടിൽ പണിയെടുപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അറബ് ലോകത്ത് അന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. പക്ഷെ അവരെ മോചിപ്പിക്കാൻ പറ്റും, അവരെ ഫ്രീ ആക്കാൻ പറ്റും. അപ്പോൾ വഹ്ഷിക്ക് കൊടുത്ത ഓഫർ 2 ഓഫറാണ്. ഒന്ന്, വഹ്ഷിയോട് പറഞ്ഞു നിന്നെ ഫ്രീ ആക്കാം. വഹ്ഷിന്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഈ കുന്തം ഉണ്ടല്ലോ, കുന്തം എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? കുന്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോ പോലെ വില്ല് പോലത്തെ സാധനം അല്ലേ? ഇതിങ്ങനെ എറിയുന്ന ആളാണ് ആര്? വഹ്ഷി. അത് ഏറ്റവും പിൻ പോയിന്റ് ടാർഗറ്റ് എത്രയും ലോങ്ങിലേക്കും ഷൂട്ട് ചെയ്തിട്ട് കറക്റ്റ് കൊള്ളിക്കുന്ന ആളാണ് വഹ്ഷി. ഈ കഥ ശരിക്കും കേൾക്കണേ. കഥ കഴിഞ്ഞ് ഞാനൊരു ചോദ്യം ചോദിക്കുക, ശരിക്കും കേൾക്കണേ. വഹ്ഷിനോട് ഹിന്ദ് പറഞ്ഞു അല്ലേ? ഹിന്ദ് പിന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അത് വേറെ വിഷയം. ഹിന്ദ് പറഞ്ഞു ഹംസ റളിയല്ലാഹു അൻഹുവിനെ തീർക്കണം, ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കണം. അതിന് നിനക്ക് എത്ര സ്വർണം വേണമെങ്കിലും തരാം, നീ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ വഹ്ഷി ഈ ഉഹദ് യുദ്ധത്തിലാണ് അല്ലേ? ബദറിലല്ല, ഉഹദിലാണ്. ഉഹദിൽ ഇങ്ങനെ ഈ കുന്തമായിട്ട് വേറെ ആരോടും ഫൈറ്റിനൊന്നുമില്ല, നോക്കി നടക്കാണ്. അങ്ങനെ ഒളിഞ്ഞിരുന്ന് പിന്നിൽ നിന്ന് എറിഞ്ഞു. അതെന്തേ പിന്നിൽ എറിയാൻ കാരണം? എന്തേ മുന്നിൽ പോയി എറിയാത്തത്? എറിഞ്ഞിട്ട് കാര്യമില്ല, ധൈര്യമില്ല, മുന്നിലേക്ക് വരാൻ പറ്റില്ല അല്ലേ? അത്രക്കും പവർഫുൾ ആയിരുന്നു ഇവര്. ഉമർ റളിയല്ലാഹു അൻഹു അത്രയും നല്ല ഫൈറ്റേഴ്സ് ആയിരുന്നു. ഇവരൊക്കെ റിയൽ ഫൈറ്റേഴ്സ് ആണ്. ഉമർ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു
ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ശക്തി എത്രയാണ്? 10 ആളുകൾ അറ്റ് എ ടൈം. ഇവരൊക്കെ ലൈഫ് ഹീറോ, റിയൽ ഹീറോസ് ആയിരുന്നു. ഓക്കെ, ആരാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുന്തം കൊണ്ട് എറിഞ്ഞത്? ക്വസ്റ്റ്യൻ. ഷഹ്സാദ്, വഹ്ഷി. വഹ്ഷി. വഹ്ഷി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയ മുസൈലമത്തുൽ കസ്സാബ് എന്ന് പറഞ്ഞ കള്ളപ്രവാചകനെ ആരാണ് കുന്തമെറിഞ്ഞ് കൊന്നത്? ആരായിരിക്കും? നിങ്ങൾ ഗസ് ചെയ്തേ, ആരാണ്? വഹ്ഷി. വഹ്ഷി. വഹ്ഷി ഇങ്ങോട്ട് മുസൈലമത്തുൽ കസ്സാബിനെ ലോങ് ഷൂട്ട്, ഇങ്ങനെ ലോങ് റേഞ്ചിൽ ഇങ്ങനെ മറ്റേ ജാവലിംഗ് ത്രോ ആണ് ഒരു സാധനം ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജാവലിംഗ് ത്രോ. ഈ ജാവലിംഗ് എറിയുന്നവർ ഇങ്ങനെ ഓടി വന്ന ഒരൊറ്റേറ, അതിങ്ങനെ പോയിട്ട് കറക്റ്റ് എത്രയോ പിന്നെ സെക്യൂരിറ്റിൻ്റെ ഉള്ളിലാണ് ഈ മുസൈലമത്തുൽ കസ്സാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ഉള്ളത്. നേരെ പറ്റി ചെസ്റ്റിലേക്ക് ഉള്ള ഇത് നേരെ അല്ലേ. എന്നിട്ട് വഹ്ഷി അവിടുന്ന് ആ യുദ്ധക്കളത്ത് നിന്ന് അങ്ങോട്ട് മാറിയിട്ട് മരുഭൂമി ഡെസേർട്ട് ഏരിയയിലേക്ക് പോയിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവേ, ഇസ്ലാമിലെ ഏറ്റവും ശക്തിയായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അതേ കരങ്ങൾ കൊണ്ട് ഞാനിതാ നിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ വകവരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ഇനി ഈ വഹ്ഷി നാളെ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ആരെ മീറ്റ് ചെയ്യും? ഹംസ റളിയല്ലാഹു അൻഹുവിനെ കാണും. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും, എന്ത് ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതേ വഹ്ഷി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു, ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് മലക്കുകളുടെ ഒരുപാട് ഫാക്റ്റ് ഉണ്ട്. നിങ്ങൾ ബദർ യുദ്ധം പഠിച്ചിട്ടുണ്ടോ? 313 പേര് മുസ്ലിങ്ങളുടെ ഭാഗത്ത്, മറ്റുള്ളവർ 1000-ലധികം പേര്. അവർക്ക് എല്ലാവിധ ഒട്ടകങ്ങളും വാളും പരിചയം A to Z, അവരുടെ കയ്യിൽ എല്ലാ വെപ്പൺസും ഉണ്ട്, ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. എന്നിട്ട് മുസ്ലിങ്ങൾ ജയിച്ചു. ഉഹദിൽ എന്താ സംഭവിച്ചത്? ഉഹദിൽ ആരാ ജയിച്ചത്? ഉഹദ് യുദ്ധത്തിൽ ആരാ ജയിച്ചത്? മുസ്ലിങ്ങൾ ജയിച്ചു. അങ്ങനെ ജയിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ആ മലയുടെ മേലുള്ള 50 ആളുകളോട്, 50 അവരോട് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് താഴ്ത്ത് വരരുത് ഞാൻ പറയാതെ എന്ന്. പക്ഷെ അവർ ജയിച്ചു എന്ന് കണ്ടപ്പോൾ എല്ലാവരും കൂടെ താഴ്ത്ത് വന്നു. ആ ഗ്യാപ്പ് നോക്കി ബാക്കിലൂടെ അറ്റാക്ക് ചെയ്തു കുതിരപ്പട്ടാളക്കാർ. ആരായിരുന്നു ലീഡർ? ഖാലിദ് ബിൻ വലീദ് അല്ലേ. ആ ഖാലിദ് ബിൻ വലീദ് പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് പിന്നെ 50ഓളം യുദ്ധങ്ങളിൽ, എത്രയോ യുദ്ധങ്ങളിൽ അറ്റാക്ക് ചെയ്യുന്ന ഈ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫൈറ്റിംഗ് അത്രയും പവർഫുൾ ആണ്. ഒരാൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അറ്റാക്കിംഗ് ആണ്. അങ്ങ് ചാടി ഇങ്ങനെ വെട്ടി ഇങ്ങനെ അങ്ങ് പോകുന്നത്. അത്രയും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഖാലിദ് റളിയല്ലാഹു അൻഹു ഒക്കെ സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ട് കേട്ടോ. വെറുതെ പോയിട്ട് ആളെ കൊല്ലില്ലെന്ന് ചാവേറാവുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ശരി, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ. എനി ക്വസ്റ്റ്യൻ? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. കശ്മീരിൽ കുറെ ആളുകളെ വെടിവെച്ച് കൊന്നു, കുറെ മനുഷ്യന്മാരെ ആരോ വന്ന് വെടിവെച്ച് കൊന്നു. വെടിവെച്ച് കൊല്ലുന്ന ആളിന് അറിയില്ല ആരെയാണ് കൊല്ലുന്നൊന്നും അറിയില്ല. കണ്ണ് കാണുന്നവർ മുഴുവനും വെടിവെച്ച് കൊന്ന് അവർ പോയി. അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ആ ന്യൂസ് തന്നെ കേട്ടണോന്ന് അറിയില്ല. ശരിയാണോ തെറ്റാണോ? ഐസ, തെറ്റ്. എന്തുകൊണ്ട്? കാരണം ഒരു കുറ്റവും ചെയ്യാത്തവനെ വെറുതെ ഇന്നസെന്റ് ആയിട്ടുള്ള നിരപരാധികളെ വന്നിട്ട് ചെയ്തു അല്ലേ. അപ്പൊ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടേണ്ടതുണ്ട്. അവരിനി മുസ്ലിങ്ങളാണെങ്കിൽ അവരെ ശിക്ഷിക്കണോ വേണ്ടേ? ക്വസ്റ്റ്യൻ. അവര് മുസ്ലിങ്ങളാണെങ്കിൽ അവരെ പണിഷ് ചെയ്യണോ വേണ്ടേ? ഹൻഫ. ചെയ്യണം. പണിഷ് ചെയ്യണം. ഓക്കെ, ഇനി അവര് കശ്മീരി മുസ്ലിങ്ങളാണെങ്കിലോ അവരെന്ത് ചെയ്യണം? ഇഷാൻ. സാറിന് അലൻസോളി കമ്പനി അറിയാം? എടാ, ഇപ്പൊ അതല്ല നമ്മളിവിടെ, ഞാൻ ഇവനൊക്കെ എന്താ ചെയ്യാ, നമ്മളിവിടെ ഒരു പ്രധാന പോയിന്റ് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയം തരാം. ഇപ്പൊ ഈ ടോപ്പിക് തീർക്കട്ടെ. അവർ കശ്മീരി മുസ്ലിങ്ങളാണെങ്കിൽ പണിഷ് ചെയ്യണോ വേണ്ടേ? അതാ ക്വസ്റ്റ്യൻ. ഹംദാൻ. ഒരു കാശ്മീരി ആയാലും ബംഗ്ലാദേശ് ആയാലും എന്തായാലും പണിഷ് ചെയ്യണം. എന്തായാലും ആര് പാകിസ്ഥാൻ ആയാലും ഏതായാലും അവർ ചെയ്ത് തെറ്റ് തന്നെയാണ്. അത് എന്തിൻ്റെ പേരിലും ന്യായീകരിക്കാൻ പറ്റില്ല. അവർക്ക് കൃത്യമായ പണിഷ്മെന്റ് കിട്ടണം. ഓക്കെ, സ്ക്രീൻ ടൈം ഒന്ന് നിങ്ങൾ പറഞ്ഞേ. നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒന്ന് വിരലുകൊണ്ട് കാണിച്ചേ.
ഒരു ദിവസം നിങ്ങൾ സ്ക്രീനിൻ്റെ മുമ്പിൽ മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ് എത്ര സ്ക്രീൻ ടൈം നിങ്ങൾ ഇരിക്കുന്നു? ഇങ്ങനെ വിരലുകൊണ്ട് കാണിച്ച് 10 മണിക്കൂർ ഇരിക്കുന്നവർ 10, 15 മണിക്കൂർ. ഞാൻ 15 മണിക്കൂർ ഇരിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചതാണ്, ആകെ കൂടെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് മൊത്തത്തിൽ. പ്രശ്നമുള്ള ഈ വെക്കേഷനിലാണ് കുറച്ചത്. വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെയും 15 മണിക്കൂർ ഇരിക്കണം, രാവിലെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയായിട്ട്. എൻ്റെ വലിയ ബിഗ് സ്ക്രീനാണ് എൻ്റെ മുമ്പിലുള്ളത്. അതിൻ്റെ ഏറ്റവും ലൈറ്റ് കുറച്ചിട്ട് എൻ്റെ ഗ്ലാസ് ഞാൻ ഇപ്പോഴും കാണിച്ചിട്ട് നിങ്ങളിത് റോൾ മോഡലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. എൻ്റെ ഗ്ലാസ് നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? കാണുന്നില്ലേ? നോക്കിക്കേ, കണ്ടാ കണ്ടാ ഞാൻ ഏറ്റവും കുറച്ച്, ഏറ്റവും ലോയിൽ ഒരു കട്ടയിലാക്കി ഏറ്റവും കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം കേട്ടോ. ഫുൾ ലൈറ്റിലൊന്നും ബ്രൈറ്റ്നസ്സിലൊന്നും കാണരുത്, കണ്ണിന് കേടാണ്. എത്ര മണിക്കൂറാ? 5, 10, 3, 2? എത്ര മണിക്കൂറാ ഡെയിലി? കളവൊന്നും പറയരുത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വീഡിയോ കാണിച്ചു തരാൻ പോവാണേ. വീഡിയോ കാണുന്നുണ്ടോ നിങ്ങൾ? കാണാത്തവരൊന്ന് ശരിക്കും നോക്ക് കേട്ടോ. ഞാൻ കാണിക്കുന്ന വീഡിയോ കാണുന്നുണ്ടോന്ന്. മമ്മാ പാപ്പ റീഡ് ചെയ്യാ, അതാ പോയോ, റീഡ് ചെയ്യ, വായിക്കേ. മമ്മാ പാപ്പ കുട്ടിയുടെ കണ്ണുകൾ നോക്കട്ടോ, കണ്ണ് നോക്കുക എന്താ സംഭവിച്ചെന്നുള്ളത് ശരിക്കും നോക്കട്ടോ. കണ്ണിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കട്ടോ. 2 കണ്ണും എന്താ പറ്റിയെന്നുള്ളത്. ഈ ഒരു കുട്ടി അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ടല്ലേ, അവൻ എന്താ സംഭവിച്ചത്? സ്ട്രോക്ക് വരികയാണ് കണ്ടാ. കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേക്ക് തന്നെ നോക്കിയിട്ട് സ്ട്രോക്ക് വന്നിട്ട് അവൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്ക്. ഇത് വേറൊരു കുട്ടി, പിന്നെ ഫോൺ കിട്ടിയിട്ട് അവൻ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് കാണിക്കണേ. ഫോണ് തിരിച്ചു വേണമെന്ന് പാരൻസ് പറയുന്ന സമയത്ത് നമുക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന ഒരു കുട്ടി പിന്നെ ഉറക്കത്തിൽ എണീറ്റിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ഉറക്കത്തിൽ എണീറ്റിട്ട് അവന് കൈ കൊണ്ട് ആ ഫോൺ ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. ഇവൻ വെടിവെച്ച് ഇവന് ഫ്രീ ഫയർ അങ്ങനത്തെ റോബ്ലോക്സ് അങ്ങനത്തെ എന്തോ കളിച്ചിരുന്നു. വെടിവെച്ച് ഇവന് വട്ടായി പോയി. അവൻ വെടിവെച്ചുകൊണ്ടിരിക്കുക ഫുൾ ടൈം. ഇവൻ വെടിവെക്കുന്നു വീഴുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇവന് ഗെയിം കളിച്ചതാണ്. ഇത് ചെറിയൊരു കുട്ടിയാണ്, പക്ഷെ ഇവന്റെ കൈ ഇവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവന്റെ ബാലൻസ് ഒക്കെ തെറ്റിപ്പോയി. അപ്പോൾ ഡോക്ടർ പറയാണ് പാരൻസിനോട്, ഈ ഫോണാണ് ഇവന്റെ പ്രശ്നം. ഫോൺ കിട്ടിയില്ല ഇവൻ കരയും. ഈ കുട്ടിയുടെ മേലെ ഉറുമ്പുകൾ കയറിയുണ്ടോ? ഇതൊന്നും ഇവനെ അവൻ മൈൻഡ് ആക്കണില്ല. കാരണം ഇവൻ ഇതിൽ വീണുപോയി. നോക്ക്, ഉറുമ്പുകളോ ഈച്ചയോ. ഓക്കെ, കണ്ടല്ലോ. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നുണ്ട് മലയാളത്തിൽ. ഓവറായിട്ട് നമ്മൾ ചെയ്താൽ ഇത് 100% നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ തോട്ട്സിനെ ഒക്കെ ബാധിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൽ എത്ര കുട്ടികൾ എന്നോട് സംസാരിക്കണേ. നല്ലൊരു പെർസെൻറ്റേജ് കുട്ടികൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക, സംസാരിക്കാൻ പോലും താല്പര്യമില്ല. അതായത് സംസാരം കുറയാന്നുള്ള ഒരു അപകടകരമായ ഒരു അസുഖം കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. സംസാരിക്കണില്ല. ഓക്കെ, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാക്കട്ടെ. അള്ളാഹുവെ ദുആ ചെയ്യണേ. എൻ്റെ ആണ്, അള്ളാഹുവെ ഏറ്റവും നല്ല യഥാർത്ഥ
വിശ്വാസികളായി ഞങ്ങളെ മാറ്റണേ അല്ലാ. ഇത്തരത്തിലുള്ള തെറ്റായ